പ്രത്യേകിച്ച് വലിയ കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ആ ബോട്ടുകൾ കയറുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഏതായാലും റോണി ഒന്ന് ക്യാമറ ഒന്ന് ഹെൽപ്പ്. ഏതായാലും വലിയ തോതിലുള്ള കുത്തൊഴുക്ക് പുഴയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുഴയിൽ നിൽക്കുക അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് ബോട്ടുകളും ഈ ശക്തമായ മഴയുടെ നേരത്ത് അവിടെ നിന്ന് മാറിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കരിതുള്ളി ഒഴുകുന്ന ഗംഗാവലി. എനിക്കിവിടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ കാറ്റിന്റെ ഹുങ്കാര ശബ്ദത്തോടൊപ്പം തന്നെ ഈ പുഴയുടെ വലിയ, സാധാരണ നമ്മൾ പുഴയുടെ ശബ്ദത്തെ കളകളാരവമെന്ന് പറയാറുണ്ടെങ്കിൽ ഇപ്പോൾ പുഴയ്ക്ക് ഉഗ്രരൂപിണിയാണ്. അതുപോലെ തന്നെ ഹുങ്കാര ശബ്ദമാണ്, കളകാരവുമല്ല പുഴയ്ക്കുള്ളത്. ഈ ഭാഗത്ത് നോക്കൂ, കുത്തൊഴുക്ക് അതിശക്തമാണ്. ഈ പുഴ വളവ് തിരിഞ്ഞ് നേരെ ഒഴുകുന്ന ഈ കരയോട് ചേർന്ന് ഒഴുകുന്ന ഈ ഭാഗത്ത് വലിയ കുത്തൊഴുക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഏതായാലും മഴ അത് ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നിലവിൽ മഴയ്ക്ക് ചെറിയ ശമനമുണ്ട്. പക്ഷെ ഇത് എത്ര നേരത്തേക്കാണ് എന്ന് നമുക്ക് പറയാനാവില്ല. എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ അവസ്ഥ മാറാം, കാലാവസ്ഥ മാറാം. അപ്രവചനീയത ഈ ഒരു വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ഒരാഴ്ച കാലത്തെ മഴ പെയ്യും, ഏത് നിമിഷം വേണമെങ്കിലും കാറ്റ് ചീറിയടിക്കും. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ ആവൂ. നേരത്തെ ആര്യയ്ക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, നേരത്തെ ഈ വാർത്ത തുടങ്ങുന്ന സമയത്ത് നമ്മളിവിടെ എത്തിയ സമയത്ത് വലിയ വെയിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു സ്ഥിതിയുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ഈ മഴ ഇങ്ങനെ വാർത്തലച്ച് മഴ പെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലാവസ്ഥയുടെ അപ്രവചനീയത തന്നെയാണ് ഈ രക്ഷാദൗത്യത്തെ ഏറ്റവും ദുഷ്കരമാക്കുന്നത്. ഇടിഞ്ഞു വീണ കുന്നിന് താഴെയാണ് ആളുകൾ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെ അവർ ഇവിടെ പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മഴ മാത്രമല്ല, കാറ്റും വലിയ വില്ലനാണ്. ഈ ടെറൈനിൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്ലൈമറ്റ് കണ്ടീഷൻ തന്നെയാണ് ഈ കൊങ്കൺ ബെൽറ്റിലെ ഈ ഷിരൂർ കുന്നുകളിൽ ഉള്ളത്. നിലവിലേതായാലും മഴ അല്പമൊന്ന് ശമിച്ചിട്ടുണ്ട്. പൂർണ്ണമായി മാറി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ആവാത്ത ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മഴ തുടരുന്നു, കാറ്റ് വീശുന്നു. ഇത് തന്നെ, അതായത് നേരത്തെ മധുവേട്ടൻ പറയുന്ന പോലെ തന്നെ ഒരു 2 മണിക്കൂർ പൂർണ്ണമായും മഴ മാറുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് രക്ഷാദൗത്യത്തെ വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരല്പം അധികം നേരം നമുക്ക് മഴ മാറി നിന്നാൽ, കാലാവസ്ഥ അനുകൂലമായാൽ മാത്രമേ രക്ഷാദൗത്യം കൂടുതൽ സുഖകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആകുകയുള്ളൂ. പുഴയിൽ ഒഴുക്ക് ഒരിക്കലും കുറയുന്നില്ല. ഒരു നിമിഷം പോലും, ഒരു ദിവസം പോലും പുഴയിൽ ഒഴുക്ക് കുറയാത്ത ഒരു സ്ഥിതിയുണ്ട് എന്നുള്ളതും ഈ നിമിഷത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട, അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഒഴുക്കാണ് ഈ പുഴയിൽ അനുഭവപ്പെടുന്നത്. ഏത് ഭാഗമെടുത്താലും, നേരത്തെ മഴ പെയ്തപ്പോൾ നമ്മൾ കണ്ടു ദൂരെ ഒരു പാലം ഈ ഗംഗാവലിക്ക് കുറുകെ ഉണ്ടായിരുന്നു. ആ പാലം പോലും കഷ്ടിയൊരു 1/2 കിലോമീറ്റർ മാത്രമേ നമുക്ക് നേരിൽ കാണുമ്പോൾ തോന്നുള്ളൂ. ആ പാലം പോലും നമുക്ക് വിസിബിൾ ആയിരുന്നില്ല, കാഴ്ചയിൽ നമുക്കത് കാണാൻ ആയിരുന്നില്ല എന്നുള്ള കാര്യം കൂടിയുണ്ട്. അത്രയും ശക്തിയായിട്ടാണ് മഴ ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. നിലവിൽ ഈ രക്ഷാപ്രവർത്തനം ഒരല്പം തടസ്സപ്പെട്ട ഒരു സ്ഥിതി തന്നെയാണ് കാലാവസ്ഥയെ ഈ മാറ്റത്തെ തുടർന്ന്. അതായത് പുഴയിലിറങ്ങിയുള്ള പരിശോധനയ്ക്ക് ചെറിയ തടസ്സം, അല്പനേരത്തെ തടസ്സം ഈ മഴ വരുത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഡിങ്കി ബോട്ടിലുണ്ടായിരുന്ന